ഇന്നലെ ഡാൻസും കുത്തുമൊക്കെ. என்ன மாமா உனக்கு டான்ஸ் ஒன்னும் பிடிக்கலையா? മാമാന്നാ എടി ഇത് കേരളമാ. ഇവിടെ വന്ന് മാമാന്ന് വിളിച്ചാൽ ഞാനും വരും എന്റെ മാമനും വരും. അതുകൊണ്ട് ചേട്ടൻ അത് മതി. പിന്നെ നിന്നെ പിടിക്കുന്നില്ല, വന്ന് വന്ന് നിന്റെ ഡാൻസും പിടിക്കുന്നില്ല. എന്റെ ദൈവമേ, കന്യാകുമാരിക്ക് ഒരു ടൂറ് പോയപ്പോ അവിടെ പൂക്കച്ചവടം ചെയ്തോണ്ടിരുന്ന നിന്റെ അടുത്ത് ഒരു മുഴം പൂ ചോദിച്ചപ്പോ അതിന്റെ ഇടയിൽ കയറിയിരുന്നു വരുന്നത് ഞാൻ കരുതിയില്ല. തൊമ്മണ്ണനാ? നീ വന്നപ്പോ തന്നെ എനിക്ക് ഇരട്ടപ്പേര് വിട്ടാ. എന്നോട് ഊരില് വന്ന് തൊമ്മണ്ണനാ പെരിയ ആള്. എന്തെങ്കിലും ആവട്ടെ. താണ്ടേ ഇതാണ് എന്റെ പടക്കക്കട. ഓ, കടപ്പാക്കട. ഈ കടപ്പാക്കടയൊക്കെ കൊല്ലത്ത്, ഇത് പടക്കക്കട. ഇനി ആ വലതുകാൽ വെച്ച് അകത്തോട്ട് കയറിയാട്ടെ. എന്റെ കടവുളേ, നിനക്ക് എത്ര രൂപ കട ഉണ്ടെങ്കിലും നമുക്കത് വീട്ടാം. എന്നണ്ണാ ദൈവമേ, നന്നായിട്ട് കച്ചവടമൊക്കെ ഉണ്ടാവണേ. ഓ, നിനക്ക് നല്ല കച്ചവടം. എന്തോ കാണിക്കുന്നേ? എടി പടക്കം അല്ല, അതിന്റെ പൂവല്ല. പടക്കം പാടാതിരിക്കാൻ. എടി ഇത് പടക്കം പൊട്ടാവുള്ളതല്ലേ, അതിലേക്ക് വെള്ളം തളിക്കുന്ന എന്തോതിനാ? സോറി അണ്ണാ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഹായ്, ഞാൻ മല്ലി ഫ്രം കന്യാകുമാരി. ഞാൻ മുളക് ഫ്രം കേരള. എടി പടക്കമൊക്കെ പരിചയപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹലോ, ഞാൻ മന്മഥൻ മുതലാളിയാണ്. ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ നാട്ടുകാരെ വിട്ട് ഒരു ദീപാവലിയും ആഘോഷിക്കാറില്ല. ഞാൻ എന്റെ ക്ലബിന് വേണ്ടി 50,000 രൂപയുടെ പടക്കാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ പടക്കക്കടയിൽ വന്നിരിക്കാം വിത്ത് ടുമാറോ. ഇവിടെ പടക്കം എടുക്കാനുണ്ടാവും. സാറ് പടക്കം എടുക്കാൻ വന്നെയാണ്. ഈ ഇരിക്കുന്ന പടക്കം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് സാറ് പൊക്കോ. സാറ് ഇതൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. എന്താ സാറേ? അല്ല, ഈ കോമഡിക്ക് ഞാൻ ഇത്രയെങ്കിലും ഒന്ന് ചിരിക്കണല്ലോ. പിന്നെ താൻ എന്റെ പടക്കം എടുക്കണ്ടേ കേട്ടോ. അതിനാ സാറേ? താനെടുത്താ ചിലപ്പോ ചീറ്റി പോവും. മോളെടുത്താ മതി കേട്ടോ. ശരി സാറേ. 2 ഗുണ്ടെടുക്കട്ടുമാ? 2 ഗുണ്ടിന്റെ കൂടെ ഒരു ചായയും കൂടി എടുത്തോ. സാറ് പറഞ്ഞ കോമഡിക്ക് ഞാനും ഇത്രയും സാറേ. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം വന്നിട്ടുണ്ട്. ദാണ്ടേ മുക്ക് പടക്കം എടുക്കട്ടാ? മുക്കൊടുക്ക? മുക്കൊടക്കത്തിന്റെ ആവശ്യം ഇപ്പില്ല. 2 എടുത്ത് കവറിലിട്ടേക്ക്. നാളെ രാവിലത്തേക്ക് വേണ്ടി വരും. അല്ല, ഈ മുക്കൊടക്കത്തിന്റെ ഒക്കെ അഹങ്കാരം അല്ലേ? അതെന്താ സാറേ? അല്ല, ഇത് മുക്കിയാലല്ല പൊട്ടത്തുള്ളൂ. അല്ല സാറേ, ഇത് കത്തിച്ചോരോ ഒറ്റ എറിഞ്ഞ അപ്പാ പൊട്ടിക്കോളും. ഇതെനി എറിഞ്ഞാ പൊട്ടൂന്ന് എനിക്ക് തോന്നില്ല. ഇങ്ങ പാരുങ്ക സാർ, പാമ്പ് ഗുളിക എടുക്കട്ടുമാ? അതെന്നെ സാറേ, അടിപൊളി സാധനല്ലേ പാമ്പ് ഗുളിക. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ പാമ്പ് ഗുളിക മേടിച്ചിട്ട് വീട്ടിൽ വെച്ച് എന്റെ അപ്പൂപ്പൻ അത് ചുമേര ആയുർവേദ ഗുളിക അതെടുത്തങ്ങ് വിഴിഞ്ഞു. വീടിയും കത്തിച്ച് ചുണ്ടത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. എന്റെ അപ്പൂപ്പന്റെ വായിന്നും മൂക്കിന്നും ചെവിന്നും ഇത്രയും നീളുള്ള പാമ്പാണ് പുറത്തു വന്നോണ്ടിരുന്നത്. സാറേ, ദീപാവലി ആയിട്ട് കുറച്ച് വെറൈറ്റി പടക്കങ്ങൾ വന്നിട്ടുണ്ട്. എടുക്കട്ടെ? കാണുമല്ലോ. കണ്ടേ, ഇതെന്തുവാ? ഇതെന്തുവാ എനിക്കറിയില്ലല്ലോ സാറേ. ഇതാണ് നോബി ഗുണ്ട്. സാറേ, ഒരു പാക്കറ്റ് 3 എണ്ണം കാണും. ഇത് കത്തിച്ചു കഴിഞ്ഞാ 2 എണ്ണം ചീറ്റും. അത് ഉറപ്പാ സാറേ. അപ്പൊ ഇതെന്താ സാധനം? ഇത് കുട്ടിപ്പടക്കം. ഓ, ഇത് നോബി കൊണ്ട് മേടിക്കുമ്പോ അതിന്റെ ഒപ്പം ഒന്ന് ഫ്രീ. സാറേ, ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ 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 മേളിലേക്ക്, പിന്നെ അതുപോലെ തന്നെ വേഗളി പിടിച്ച് താഴത്തേക്കും വരും. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് അത് ഡയാന ക്രാക്കേഴ്സ്. ഇത് കത്തിച്ചൊരിടത്ത് വെച്ചാ പിന്നെ അനങ്ങത്തില്ല. അതുപോലെ പിന്നെ അനങ്ങണമെങ്കിൽ ഇടയ്ക്ക് വന്ന് സൈഡിൽ ഒന്ന് തട്ടി കൊടുക്കണം. സാറേ, അത് ശ്രീ വിദ്യാപൂത്തിരി. ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ ഒരൊറ്റ പോക്ക അതുപോലെ തന്നെ താഴത്തേക്ക് വീഴും. എന്തിനാ പോകുന്നതെന്ന് വരുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ സാറേ. പിന്നെ ഇത് എലീന കറച്ചക്രം. ഇത് കത്തിച്ചു കഴിഞ്ഞാ പിന്നെ എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക ആവശ്യമില്ലാത്ത വഴി കൂടെ ഒക്കെ പോവും. എന്തിനാന്നും കൂടി അറിഞ്ഞുകൂടാ. പിന്നെ ഇത് ശ്വേതാ മത്താപ്പൂ. സാറേ, കൊടുക്കുന്ന പൈസക്ക് നല്ല പെർഫോമൻസ് ആണ്. സൂപ്പർ. ഇത് കത്തിച്ചു കഴിഞ്ഞാ കളർഫുൾ ആണ്. ആരെയും വെറുപ്പിക്കാതെ നിന്ന് കത്തിക്കോളൂ. അടിപൊളിയാ സാറേ. എടുക്കട്ടെ? ഇതെല്ലാം ഓരോന്നും എടുത്തോ. 10,000 രൂപയുടെ ഗുണ്ട് എടുക്കട്ടുമാ? 10,000 രൂപയുടെ മത്താപ്പൂ എടുക്കട്ടുമാ? പൈസ 50,000 രൂപ കറക്റ്റ് ഉണ്ട്. അല്ല, എനിക്കൊരു സംശയം. എന്താ സാറേ? ഇത് ഞാൻ
ക്ലബ്ബ് കൊണ്ടുപോയി പൊട്ടിക്കുമല്ലോ. ആ. ഇത് പൊട്ടിയില്ലേ ഞാൻ എന്ത് ചെയ്യും? സാർ എന്തുവാ സാറേ പറയുന്നേ? കാണ്ടേ ഈ പടക്കക്കടയിൽ നിന്ന് മേടിച്ചത് ഒന്നും പൊട്ടാതിരിക്കത്തില്ല, അടിപൊളിയായിട്ട് പൊട്ടും. അല്ല അത് പൊട്ടുമെന്ന് നമുക്കൊന്നും അറിയണല്ലോ. സാറിന് കാണണോ? എടി ആ പടക്കമൊക്കെ എടുത്ത് അങ്ങ് പൊട്ടിച്ച് കാണിച്ചോട്ടെ സാറിന്. കാണ്ടേ ആ പൂക്കുറ്റി പൊട്ടിക്കാൻ. ഏത് പൂക്കുറ്റി? അത് പൊട്ടിച്ച് അല്ല, കാണിച്ചു. 1000 രൂപയുടെ പൂക്കുറ്റി പൊട്ടുമെന്ന് അറിയണല്ലോ. ആവാ. സാറൊന്ന് കണ്ടോ പൊട്ടട്ടെ. സാറേ, ഇപ്പൊ എന്നിട്ട് വേണം കാണിച്ചു തരാൻ. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഉണ്ട് പൊട്ടുമെന്ന് അറിയണല്ലോ. ഉണ്ട്. പൊട്ടിക്ക്. പേടിയാണ് അമ്മേ, ഈ ഗുണ്ടിന്റെ ഒച്ച. സാറേ മാറിയെന്ന സാറേ, അത് പൊട്ടും. പൊട്ടിയാ പൊട്ടി. ഓ. പേടിപ്പിക്കാതെ. ഇതബേ. അയ്യോ സാറേ, കണ്ട സാറേ പൊട്ടിയത് കണ്ട. ഈ പടക്കക്കടയിൽ നിന്ന് മേടിച്ച് ഒന്നും പൊട്ടാതിരിക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലേ സാർ. എനിക്ക് ബോധ്യായി. ബാക്കി പടക്കം അപ്പുറം കൊണ്ടുപോയി ചേട്ടാ. ഇതൊക്കെ കൊണ്ടേ പൊട്ടിക്കിടും. പോളി സാധനം. എന്നാ എന്റെ പാട്ടൊക്കെ ഇങ്ങോട്ട് എടുത്തേ, ഞാൻ പോട്ടെ. എന്ത് പടക്കം? അല്ല ഇപ്പൊ അമ്മ പഴക്ക പറഞ്ഞല്ലോ, അതൊക്കെ ഇങ്ങോട്ട് എടുക്ക്. സാറേ സാറിന്റെ പടക്കമാണ് ഇപ്പോൾ ഇട്ട് പൊട്ടിച്ചത്. അപ്പൊ ഞാൻ അവസാനത്തെ മാലപ്പടക്കോടെ പൊട്ടിക്കാണേ. അയ്യോ, എന്റെ 50,000 രൂപയുടെ പടക്കം. അതല്ലേ സാറേ ഇതേ നിന്ന് കത്തുന്നത്. ഇനി ഞാൻ ക്ലബ്ബിൽ പോയിട്ട് എന്ത് പടക്കം കൊണ്ടുവിടോ? അത് സാറ് പേടിക്കണ്ട, സാറ് ചെന്ന് കേറി കൊടുക്കുമ്പോ അവര് സാറിനെ പിടിച്ചാൽ കത്തിച്ചോളും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി.